CVPP ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്ര ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയുമ്പോൾ എത്ര SFIക്കാരുണ്ട്, എത്ര കോൺഗ്രസ് നേതാക്കൾ, എത്ര CPM മന്ത്രിമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ടെന്നടക്ക ചോദ്യങ്ങളാണ്. താങ്കളോടാണ് ചോദ്യം. അല്ല റജി, കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. CPIMൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും സംഘടനകളുടെ ഉത്തരവാദപ്പെട്ട ഒരാൾക്കെതിരെ ഇതുപോലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ട് ആ പാർട്ടി നടപടിയെടുക്കാത്ത ഒരു വിഷയം നിങ്ങൾ പറയൂ. താങ്കൾ തന്നെ പറയുന്ന റൂൾ ഓഫ് ലോ അനുസരിച്ച് ഏതെങ്കിലും CPMൻ്റെ ഇടതുപക്ഷക്കാരൻ്റെ എതിരെ പോലീസിലോ മറ്റോ വന്നിട്ടുള്ള ഇത്തരം പരാതികളിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് അതിൽ നടപടിയെടുപ്പിക്കാതെ തടഞ്ഞു വെക്കുകയാണോ ചെയ്തത്, അതല്ല അതിലെ നടപടികളുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകാനുള്ള അനുവാദം കൊടുക്കുകയാണോ ചെയ്തത്? നിങ്ങൾ തന്നെ പറയാം. അപ്പൊ CPIMന്റെ സംവിധാനം അതാണെന്നേ. ആളുകളെ സംരക്ഷിക്കലല്ല, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കലല്ല. നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഇപ്പൊ CPMനകത്ത് റജി, CPMനകത്തുള്ള ഒരു സംഘടനാ പ്രക്രിയ എന്താ? തെറ്റുതിരുത്തൽ പ്രക്രിയ എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനാണ്. CPMന്റെ ഏതെങ്കിലും ക്യാഡർമാർക്ക്, അതിൻ്റെ പ്രവർത്തകർക്ക് പാർട്ടിക്കും സമൂഹത്തിനും നിരക്കാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ പരിശോധിക്കും. തിരുത്തി അവരെ നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യിക്കും. അതല്ല, പാർട്ടിക്കും സമൂഹത്തിനും വെച്ചുപറിപ്പിക്കാനേ പറ്റാത്ത തെറ്റാണെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിക്കും. ഇത് CPIM സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന, നിങ്ങൾ മനസ്സിലുള്ള ആരുടെയും പേരെടുത്ത് നോക്കൂ. CPIM അങ്ങനെ സ്വീകരിക്കാത്ത ഏത് സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്? എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോ ഒരു യുവതി പറയുകയാണ്, ഒരു യുവതിയോട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, നിന്നെ ചവിട്ടിക്കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് പോകണ്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ CPMന്റെ ഏതാളുകൾ അങ്ങനെ ഒരു യുവതിയോട് പറഞ്ഞിട്ടുണ്ട്? ഏത് യുവതി പരാതിപ്പെട്ടിട്ടുണ്ട്? ഇതാ CPMന്റെ ഇന്നയാൾ, SFIയുടെ ഇന്നയാൾ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ സമൂഹത്തോട് ആര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? ഇനി താങ്കൾ പറയുന്നത് പോലെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക, ഏത് CPM നേതാവ്, ഏത് SFI നേതാവ് അങ്ങനെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ ജീവിതം തന്നെ അപകടത്തിലാകുന്ന വിധത്തിൽ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്, അങ്ങനെ ഒരു യുവതിയുടെ പരാതി ഏത് CPMന്റെ നേതാവിനെതിരെ വന്നിട്ടുണ്ട്? ഏത് SFI നേതാവിനെതിരെ വന്നിട്ടുണ്ട്? അതുകൊണ്ട് വെറുതെ പൊതുവൽക്കരിക്കാൻ എല്ലാ പാർട്ടിയും കണക്കന്നെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒരുപോലെ എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഇതുപോലെ കള്ളം പറയരുത്. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയ ഒരു പരാതിയിൽ, നിങ്ങളുടെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകരെതിരെ വന്ന പരാതിയിൽ നടപടിയെടുക്കാൻ തയ്യാറായോ? VD സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ അന്ന് വിളിച്ചിട്ട് 3 വർഷം മുമ്പ് കോൺഗ്രസ്സുകാരിയായ ഒരു, നമ്മളതാണ് സിജു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെറും നടീന്ന് അവരെ പറഞ്ഞാൽ പോരാ, അവരൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാ. അങ്ങനെ ഒരു യുവതി തൻ്റെ തൊട്ടടുത്തുള്ള കോൺഗ്രസ് നേതാവായ VD സതീശനോട് പരാതി പറഞ്ഞിട്ട് ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ വിളിച്ചിട്ട് നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളോട് പറഞ്ഞത്. ഈ വിവാദം ഉണ്ടായതിനു ശേഷം സിജു ആ വീഡിയോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൈരളിയുടെ കയ്യിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനം, അതിലാണ് അവന്തികക്കെതിരെ, ട്രാൻസ്ജെൻഡറിനെതിരെ ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ പോയത്. അതിൽ അന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കിട്ടിയ കാര്യം എന്നോട് സംസാരിച്ചിട്ടേയില്ല. അപ്പം 3 വർഷം മുമ്പ് അച്ഛനെ പോലെ കണ്ടിട്ട് ഒരു മകളുടെ സ്ഥാനത്തിരുന്നിട്ട് കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവതി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് ചെയ്ത തെറ്റായ പ്രവൃത്തിക്കെതിരെ കൊടുത്ത പരാതിയുടെ കാര്യം എന്തേ VD സതീശൻ ചർച്ചക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല? അപ്പൊ അവിടെയാണ് നേരത്തെ ജയേന്ദ്ര സഖാവ് പറഞ്ഞ ഇന്നത്തെ VD സതീശന്റെ ഈ ബോംബ് പൊട്ടിക്കും, കേരളം ഞെട്ടും എന്നൊക്കെ പറയുന്ന പ്രസ്താവന എത്ര ആത്മവഞ്ചനാപരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സിജു, യഥാർത്ഥത്തിൽ വെടി ഇനിയും പൊട്ടാൻ പോകുന്നത് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി VD സതീശന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ഇടുക്കിയിൽ നിന്ന് ഗോവിന്ദ മാഷ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇനിയും പൊട്ടും ബോംബുകൾ, ഇനിയും ഞെട്ടും. പക്ഷെ അത് CPIMനെതിരെയല്ല, കോൺഗ്രസിനെതിരെയാണ്. കാരണം എന്താ? ഈ ത്രിമൂർത്തി ബന്ധം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ കുറച്ചു കാലമായി ഹൈജാക്ക് ചെയ്തിരുന്ന VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ ത്രിമൂർത്തി സഖ്യം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു.
ഷാഫിയും രാഹുലും ഇപ്പോ വലിയ സംശയത്തിന്റെ കുന്തമുന മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ വി ഡി സതീശനെതിരെയാണ്.